Hi all, I am Rincy from Teachers Academy. Today we are going to discuss how to organize a letter. എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു ടോപ്പിക്കാണ്. Others have some kind of difficulties in organizing a letter. So let's sort it out today and we can discuss how to organize a letter based on our reader's preference. നമ്മൾ നമ്മുടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം എഴുതുക ഡേറ്റ് ആണ്. അവിടെ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ആദ്യം ഡേ, ദെൻ മന്ത്, ദെൻ ഇയർ. അതിനുശേഷം റീഡേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റീഡറിനെ ഗ്രീറ്റ് ചെയ്യും. ഇപ്പോൾ റീഡറിൻ്റെ നെയിം മിസ്റ്റർ മാത്യു സാം എന്നാണെങ്കിൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പം സല്യൂട്ടേഷൻ പ്ലസ് റീഡേഴ്സ് സർനെയിം. എക്സാമ്പിൾ ഡിയർ മിസ്റ്റർ സാം. ലേറ്റർ വി ക്യാൻ മൂവ് ഓൺ ടു ദി റെഫറൻസ് പാർട്ട്. റെഫറൻസ് പാർട്ടിൽ നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. അവിടെ റെഫർ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം പ്ലസ് സല്യൂട്ടേഷൻ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മുകളിൽ ഏത് ഫോമാറ്റാണോ യൂസ് ചെയ്തത് ആ ഫോമാറ്റിൽ തന്നെയായിരിക്കും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫാണ്. ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതായിരിക്കും നമ്മുടെ റീഡർക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കണം എന്നുള്ളത്. സോ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ആദ്യം എന്ത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് അത് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് നമുക്ക് കിട്ടും. അതിനുശേഷം പേഷ്യൻസ് ഫുൾ നെയിം വിത്ത് സല്യൂട്ടേഷൻ, ദെൻ പർപ്പസ്, then reason for the purpose, and finally we can write the additional information. എന്ന് പറയുമ്പം എന്നാണ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഇന്നാണോ നാളെയാണോ എന്നുള്ളതാണ് അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനിയും അടുത്ത ബോഡി പാരാഗ്രാഫായിട്ട് നമ്മൾ എഴുതുന്നത് എന്താണോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും. ഇപ്പം പേഷ്യൻറ്റിന് കൊറോണറി ആർട്ടറി ഡിസീസ് നേരത്തെ വന്നിട്ടുണ്ട് എന്ന് വരികയാണെങ്കിൽ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിക്കായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററിയിൽ ക്യാൻസർ ഉണ്ട്, ഇപ്പം പേഷ്യൻ്റെ ഡയഗ്നോസിസ് കോളൻ ക്യാൻസർ ആണെങ്കിൽ അത് നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഓൾറെഡി ഉണ്ട്. സോ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയുമാണ് എപ്പോഴും കണക്ട് ചെയ്ത് എഴുതുക. ബിക്കോസ് സോഷ്യൽ ഹിസ്റ്ററിയിലായിരിക്കും നമുക്ക് പേഷ്യൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ പ്രിഫറൻസ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ പേഷ്യൻ്റ് അസുഖങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ സോഷ്യൽ പ്ലസ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഒരിക്കലും സോഷ്യൽ പ്ലസ് പ്രസൻറ്റിംഗ് ഹിസ്റ്ററി ആയിട്ട് നമ്മൾ എഴുതില്ല. അതുപോലെ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി എഴുതുമ്പം ഇൻട്രോയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിന് മുൻപ് ആ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലായിരിക്കും നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി എഴുതുക. ഇനി നമ്മൾ നെക്സ്റ്റ് സോഷ്യൽ ഹിസ്റ്ററിക്ക് ശേഷം എഴുതുന്നത് അഡ്മിഷൻ പാരാഗ്രാഫ് ആയിരിക്കും. അഡ്മിഷൻ പാരാഗ്രാഫിൽ ഒന്നെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സർനെയിം പ്ലസ് സല്യൂട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിഷൻ ഡേറ്റ് വെച്ചും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ഡേറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അഡ്മിഷൻ ഡേറ്റ്, അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ സർനെയിം പ്ലസ് സല്യൂട്ടേഷൻ, ദെൻ എന്ത് കാരണം കൊണ്ടാണ് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ പറയുക. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അതിനുശേഷം പേഷ്യൻ്റ് ഇപ്പം എങ്ങനെയുണ്ട്, ലൈക്ക് കറൻ്റ്ലി പേഷ്യൻ്റ് ഗുഡ് പ്രോഗ്രസ്സിലാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ബോഡി പാരാഗ്രാഫിൽ പറയും. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാരാഗ്രാഫിൽ ഒരു 4 to 5 സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ അടുത്ത പാരാഗ്രാഫിൽ നമുക്ക് എഴുതാം ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ പ്ലസ് പേഷ്യൻറ്റിൻ്റെ സെക്കൻഡ് നെയിം പ്ലസ് സല്യൂട്ടേഷൻ, ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പേഷ്യൻറ്റിന് മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ പാരാഗ്രാഫിൽ പറയാം. ഇനി നമ്മൾ നെക്സ്റ്റ് എഴുതാൻ വേണ്ടി പോകുന്നത് ഡിസ്ചാർജ് പ്ലാൻ ആണ്. ഡിസ്ചാർജ് പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പർട്ടിക്കുലർലി ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്. അതിനുശേഷം നമ്മൾ എഴുതുക റീഡറിന് എന്താണോ അറിയേണ്ടത്, റീഡറിനോട് എന്താണോ പറയാൻ വേണ്ടി പോകുന്നത്. മേ ബി ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോം വിസിറ്റ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമുക്കത് റീഡറിൻ്റെ പ്രിഫറൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് എഡ്യൂക്കേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അസിസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് വിസിറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്ചാർജ് പ്ലാനിൽ എഴുതാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എഴുതുക കൺക്ലൂഷനിലേക്കാണ്. കൺക്ലൂഷൻ പാരാഗ്രാഫ് എഴുതുമ്പം പ്ലീസ് കോൺടാക്ട് മീ ഫോർ ഫർദർ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എൻ ക്വയറി പ്ലീസ് കോൺടാക്ട് മീ, അതും അല്ലെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഷൻ പാരാഗ്രാഫായിട്ട് എഴുതാം. കൺക്ലൂഷൻ പാരാഗ്രാഫിന് ശേഷം നമ്മൾ എഴുതുക എന്താണോ റീഡറിൻ്റെ നെയിം. ഇപ്പം റീഡറിൻ്റെ നെയിം മാത്യു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യുവേഴ്സ് സിൻസിയർലി എന്നും, ഡെസിഗ്നേഷൻ മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ യുവേഴ്സ്
ഫെയ്ത്ത്ഫുള്ളി എന്നും എഴുതും. അതിനുശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ റൈറ്ററിൻ്റെ ഡെസിഗ്നേഷൻ ഉണ്ട്, ചാർജ് നഴ്സ്, രജിസ്റ്റേർഡ് നഴ്സ്, അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ്, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻചാർജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എഴുതുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നഴ്സ് അല്ലെങ്കിൽ ചാർജ് നഴ്സ് അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ്, ഇങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.